ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലാഡൻ. ഇന്ന് വളരെ സുലഭമായി നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായി ഓൺലൈൻ മാർക്കറ്റുകൾ മാറിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാൽ തന്നെ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഷോപ്സി തുടങ്ങിയ ഒട്ടേറെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് തട്ടിപ്പുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓൺലൈനായിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയാൽ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത് നമ്മൾ വേറൊരു സാധനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് ഭയങ്കര ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുള്ള സാധനം നമ്മുടെ കയ്യിൽ എത്താതെയും പോകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് നിയമപരമായി നമുക്കൊരു കേസ് കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നിയമപരമായി കംപ്ലൈൻറ്റ് നൽകാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം നമുക്ക് ഓൺലൈൻ തട്ടിപ്പുകൾ സംഭവിച്ചാൽ അത് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം ഏത് സൈറ്റിൽ നിന്നാണോ, ഏത് വെബ്സൈറ്റിൽ നിന്നാണോ നമുക്ക് പ്രോഡക്റ്റ് ലഭിച്ചത്, ആ വെബ്സൈറ്റിൻ്റെ കൺസ്യൂമർ കെയറിനെയോ അല്ലെങ്കിൽ ഗ്രിവൻസ് ഓഫീസറിനെയോ നേരിട്ട് അപ്രോച്ച് ചെയ്യാം. എന്നിട്ടും 30 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഓൺലൈൻ വഴി നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 1800 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് സൈറ്റായിട്ടുള്ള consumerhelpline.gov.in എന്ന സൈറ്റിലേക്ക് ഓൺലൈനായിട്ട് പരാതിപ്പെടുകയോ ചെയ്യാം. ശേഷവും ഈ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായും ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷനിൽ പരാതി നൽകുകയും നഷ്ടപരിഹാരം, അതുപോലെ തന്നെ റീഫണ്ട് ഈക്കൽ, മെൻ്റൽ അഗോണി കോമ്പൻസേഷൻ എന്നിവയെല്ലാം നമുക്ക് ആവശ്യപ്പെടാനും നമുക്കിന്ന് സാഹചര്യമുണ്ട്. നിയമം അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നുമുണ്ട്. ഇനി വേണമെങ്കിൽ അഥവാ നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള വെബ്സൈറ്റ് അതൊരു ഫ്രോഡ് സൈറ്റാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് cybercrime.gov.in എന്ന വഴി സൈബർ ക്രൈം പോർട്ടലിലേക്ക് ഒരു ഓൺലൈനായിട്ട് പരാതി നൽകുകയും ചെയ്യാം. ഓൺലൈൻ വഴി നടക്കുന്ന ഷോപ്പിങ്ങുകൾക്ക് എങ്ങനെ നിയമപരമായി സഹായം നേടാം, അല്ലെങ്കിൽ നിയമപരമായി എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാം എന്നത് അറിയാത്തതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇന്നും ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ മൗനം പാലിക്കാതിരിക്കുക, നിയമപരമായി നേരിടുക. അതിനുവേണ്ടി നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംശയങ്ങൾക്കും നിയമപരമായിട്ടുള്ള സഹായങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.